ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പഞ്ച് ആയിട്ടുള്ളൊരു ഓറഞ്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. 2 മുട്ടയും ഒരു ഓറഞ്ചും വെച്ചിട്ട് ഫ്രഷ് ഓറഞ്ചിൻ്റെ രുചിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഓറഞ്ച് കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓറഞ്ച് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിക്കാതെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള ജ്യൂസാണിത്. ഇത് ഏകദേശം 1/4 കപ്പ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് മാത്രമേ നമുക്ക് വേണ്ടൂ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ 2 കളറുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം മുന്തിരി അതും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മുന്തിരി വലുതായതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് ഇത് കുറച്ച് സമയം ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ അധിക സമയമൊന്നും വെക്കണ്ട. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയം മാത്രം മതി. അതുവരെ നമുക്ക് ഇതൊന്ന് ഇവിടെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി വേണം. അതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ വേണ്ടൂ കേട്ടോ. നമ്മളതിൻ്റെ ഓറഞ്ചിൻ്റെ മേൽഭാഗമുള്ള തൊലിയില്ല, വെള്ള ഭാഗം പെടരുത്, അപ്പോൾ കയ്പുണ്ടാകും. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ മേൽഭാഗമുള്ള തൊലി മാത്രം നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു സ്ട്രെയിനർ എടുക്കാം. അതിലോട്ടേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കൊരു 2-3 തവണ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 തവണ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ടേക്ക് 2 മുട്ട പൊടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ചായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ പഞ്ചസാര എടുത്ത് ഇതുപോലെ കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് ഓറഞ്ചിൻ്റെ തൊലി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല ഓറഞ്ചിൻ്റെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കേക്കിന് ഉണ്ടാവുന്നത്. ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് നമുക്കിനൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മളിതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. അപ്പം മുഴുവൻ ഓറഞ്ച് ജ്യൂസും ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കളയരുത് കേട്ടോ, നമ്മൾ ബാറ്ററിലോട്ടേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മൈദ ചേർത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിലോട്ടേക്ക് ചേർത്ത് കഴിയുമ്പോൾ എല്ലാം കേക്കിൻ്റെ അടിഭാഗത്തോട്ടേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മൈദ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ പോകില്ല. നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്ക് ആകുന്ന തരത്തിലായി കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇനി ഓറഞ്ച് ജ്യൂസ് നമ്മുടെ ഒരു ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ കുറച്ചായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് പതുക്കെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ എടുക്കാം. അതിലോട്ടേക്ക് ഞാൻ ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ബാറ്റർ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഒരു 40-45 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ സ്റ്റൗവിൻ്റെയും നമ്മളൊരു സോസ് പാനിൻ്റെ ഒക്കെ അളവനുസരിച്ചിട്ടാണ് നമ്മളിത് വെന്ത് കിട്ടുക. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഏകദേശം കൃത്യം 45 മിനിറ്റ് തന്നെ ആയിട്ടുണ്ട് ഈ കേക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. നിങ്ങൾക്കിനി അഥവാ 45 മിനിറ്റ് കൊണ്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ലവണ്ണം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓറഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാകും, അത്രക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു കേക്ക്. പിന്നെ നമ്മളിതിൽ ഓറഞ്ചിൻ്റെ തൊലിയും ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ കേക്കിന് ഉണ്ടാവുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പട്ട് പോലത്തെ ഒരു കേക്കാണ് കേട്ടോ ഇത്. നല്ലൊരു ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവറുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.